ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അങ്കമാലിക്കാരുടെ പോർക്ക് ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. എവിടെയൊക്കെ പന്നി വെട്ടിയാലും അങ്കമാലിലെ പന്നിയിറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രത്യേകത തന്നെയാണ്. കാരണം അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ട് കാലം മുതൽ തന്നെ പന്നിയിറച്ചി എന്ന് പറഞ്ഞ പേര് കേട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ എത്ര ദൂരെയുള്ളവരാണെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ പന്നിയിറച്ചി വാങ്ങാനായിട്ട് അങ്കമാലിലേക്ക് എത്തും. അപ്പോൾ അങ്കമാലി സ്റ്റൈലിലുള്ള വളരെ സ്വാദിഷ്ടമായ ഒരു പോർക്ക് ഡ്രൈ റോസ്റ്റ് തന്നെയാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ പോർക്ക് ഇറച്ചിക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഇല്ലാത്ത ഒരേ ഒരു മാംസമാണ് പോർക്ക് ഇറച്ചി. നമ്മളത് കാണുമ്പോൾ ഒത്തിരി നെയ്യൊക്കെ കാണുമ്പോൾ നമ്മളോർക്കും ഇത് കഴിക്കരുത്, കൊളസ്ട്രോൾ ഉള്ളവർ ഇത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ. പക്ഷേ പന്നിയിറച്ചി കഴിച്ചതിൻ്റെ പേരിൽ ഒരാൾക്കും കൊളസ്ട്രോൾ വരാനായിട്ട് ഒട്ടും തന്നെ സാധ്യതയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ ഒത്തിരി റെസിപ്പീസ് ഇടുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് അങ്കമാലി സ്റ്റൈലിലുള്ള വളരെ സ്വാദിഷ്ടമായ പോർക്ക് ഡ്രൈ റോസ്റ്റ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 1.5 കിലോ പോർക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നല്ലതുപോലെ കഴുകി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഇഞ്ചിയും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഈ പോർക്കിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടിയൊന്ന് മാറ്റി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ നെയ്യാണ് ഉരുകി വന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളം അപ്പാടെ തന്നെ വറ്റിപ്പോയി. നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ആ നെയ്യൊന്ന് എടുത്തതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആ നെയ്മയത്തിലൊരു പാല് പോലെ ഇരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇത്രയധികം നെയ്യ് നമുക്ക് കറിയിലേക്ക് ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ കറി മടുത്തു പോകും കഴിക്കുമ്പോൾ. അപ്പോൾ ഈ നെയ്യ് നമുക്ക് ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ നെയ്യ് വളരെ ഔഷധ ഗുണമുള്ള ഒരു ഐറ്റമാണ്. ഇത് നമ്മൾ ഗോതമ്പ് മാവും തേങ്ങയും കൂടി ഒന്ന് കലക്കി അതിലേക്ക് ഈ നെയ്യ് ഒഴിച്ച് ഒന്ന് ചുട്ടെടുക്കുക. എന്നിട്ട് ഈ അരീസിൻ്റെ അസുഖമൊക്കെ ഉള്ളവരുണ്ടല്ലോ, അവർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉലർത്തണമെന്നുണ്ടെങ്കിൽ ഈ നെയ്യ് ഉപയോഗിച്ച് ഉലർത്തിയെടുക്കുക. ചിങ്ങ ഒലത്ത്, അതുപോലെ കപ്പ ഒലത്ത്, ചക്ക ഒലത്ത്, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ നെയ്യ് ഒഴിച്ച് ചെയ്യുക. അപ്പോൾ ഈ അസുഖമുള്ളവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും നമ്മുടെ കുടലിനൊക്കെ വളരെ ഗുണമുള്ള ഒരു നെയ്യാണിത്. അപ്പോൾ ഈ നെയ്യ് കളയാതെ തന്നെ നമ്മളൊരു കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉലത്തണ സാധനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതെടുത്തിട്ട് നമുക്ക് തളിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന പാനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇവ ചതച്ചതും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഈ പോർക്കിറച്ചിയിൽ നിന്ന് ഊറ്റി മാറ്റിയ നെയ്യ് തന്നെയാണ് നമ്മൾ താളിക്കാനായിട്ട് പാനിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പിന് മേലെ അരിഞ്ഞെടുത്ത ഉള്ളി 1 കപ്പിന് മേലെ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് എപ്പോഴും ഇതിന് നല്ലത്. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഉള്ളി ഞാൻ കുറച്ചധികം തന്നെ ഇതിന് ചേർത്തുകൊണ്ട്, അപ്പോൾ എന്നാലാണ് ഇതിന് കറിക്ക് നല്ല ടേസ്റ്റായി കിട്ടുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ഗരം മസാല പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കുരുമുളക് പൊടി നേരത്തെ ചേർത്തതാണ്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. മസാലപ്പൊടി, ഗരം മസാലപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 2 സ്പൂൺ ചില്ലി ഫ്ലേക്സും ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ചിരിക്കുന്ന പന്നിയിറച്ചിയിലേക്ക് ഈ മൂപ്പിച്ചെടുത്ത ഉള്ളിയും ചില്ലി ഫ്ലേക്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി നല്ല ഡ്രൈ ആക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു 2 സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് ശരിക്കും ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഒരു 10 മിനിറ്റോളം നമുക്കിത് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഈ പന്നിയിറച്ചിയുടെ ആ ഒരു അളവ് വളരെയധികം കുറയും. ആ നെയ്യൊക്കെ ശരിക്കും ഉരുകി മാംസം ചെറുതായി വരും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 1.5 കിലോ പന്നിയിറച്ചി കറി വെച്ചിട്ട് കറി ആകുമ്പോൾ ചിലപ്പോൾ ഒരു 3/4 കിലോൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുള്ളൂ. അത്രയും ചെറുതായി പോകും പന്നിയിറച്ചിയുടെ ഓരോ പീസും. അപ്പം നമ്മുടെ അങ്കമാലി സ്റ്റൈല് സ്പെഷ്യൽ പോർക്ക് ഡ്രൈ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.